ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇവിടെ ഞാൻ എങ്ങനെയാണ് തേങ്ങ വാങ്ങുന്നതെന്നും അതെങ്ങനെയാണ് ഞാൻ ചിരണ്ടി അത് സൂക്ഷിച്ചു വെക്കുന്നതെന്നും പിന്നീട് അതെങ്ങനെയാണ് കറികൾക്ക് ഉപയോഗിക്കുന്നതെന്നും ഉള്ള ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ സാധാരണ തേങ്ങ കിട്ടുന്നത് ചിരണ്ടിയ തേങ്ങ പാക്കറ്റുകളിലായിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. കൂടുതൽ ആളുകളും അത് വാങ്ങിച്ചാണ് ഉപയോഗിക്കാറ്. തേങ്ങ ചീത്തയാകാതിരിക്കാനായിട്ട് ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്താണ് ആ തേങ്ങ വരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ തേങ്ങ ഒന്നുകിൽ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങും, അല്ലെങ്കിൽ ഇവിടെയുള്ള വാൾമാർട്ടിലും കിട്ടും, HEBയിലും ഒക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. അവിടെ നിന്നാണ് ഞാൻ തേങ്ങ സാധാരണയായിട്ട് വാങ്ങാറ്. ഇതുപോലെ തേങ്ങയുടെ കണ്ണ് മുകളിലേക്ക് ഇരിക്കുന്ന രീതിയിൽ തേങ്ങ വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം തേങ്ങ കേടുകൂടാതെ ഇരിക്കും. ഈ തേങ്ങാവെള്ളം ഇവിടെ കുടിക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൂടാതെ ഈ തേങ്ങാവെള്ളം നമുക്ക് അപ്പം ഉണ്ടാക്കാനും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ തേങ്ങ ചിരണ്ടാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ചിരവയാണ്. ഇത് ഞാൻ 2017 നാട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. 8 വർഷമായിട്ട് ഞാൻ ഈ ചിരവ് വെച്ചിട്ടാണ് ഇവിടെ തേങ്ങ ചിരണ്ടുന്നത്. ഇവിടെ കിട്ടുന്ന തേങ്ങ വരുന്നത് മെക്സിക്കോയിൽ നിന്നാണ്. അപ്പോൾ ഈ തേങ്ങ നമുക്ക് ഇന്ന് ചിരണ്ടാം. ആദ്യം തേങ്ങയുടെ ഈ സൈഡിൽ നിന്ന് വേണം ചിരണ്ടാനായിട്ട്. സൈഡിൽ നിന്ന് ചിരണ്ടിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫുൾ പാർട്ട് ചിരണ്ടി നന്നായിട്ട് കിട്ടുകയുള്ളൂ. അതിനുശേഷം വേണം ഈ നടുഭാഗം ചിരണ്ടി നമുക്ക് എടുക്കാനായിട്ട്. നാച്ചുറലായിട്ടുള്ള തേങ്ങ ആയതിനാൽ നമുക്ക് കറികൾ ഉണ്ടാക്കി കുട്ടികൾക്കും ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി വീട്ടിൽ ചിരവയില്ലെങ്കിലും വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് ഇതുപോലെ തേങ്ങ വാങ്ങിച്ചാൽ ഇങ്ങനെ നമ്മൾ കത്തി വെച്ച് ചെറുതായി ഇതുപോലെ കൊത്തിയെടുക്കുക. ഇവിടെ ഒരു തേങ്ങയ്ക്ക് $1.99 മുതൽ $2.49 വരെയാണ് വില വരുന്നത്. അതുപോലെ നമ്മൾ തേങ്ങ കൊത്തിയെടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. നമ്മൾ ചിരവയിൽ വെച്ച് തേങ്ങ ചിരണ്ടിയതുപോലെ തന്നെ ഇത് നമുക്ക് കിട്ടും. ഞാൻ തേങ്ങ ചിരണ്ടി കഴിഞ്ഞു. ഇത്രയും തേങ്ങയാണ് ഞാൻ ചിരണ്ടിയത്. ഒരു സിപ്ലോക്ക് കവർ എടുത്തതിന് ശേഷം തേങ്ങ അതിലേക്ക് നിറച്ചതിന് ശേഷം കവർ ക്ലോസ് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴാണോ ആവശ്യം അതിനനുസരിച്ച് കുറച്ച് നേരം മുമ്പ് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ആവശ്യാനുസരണം തേങ്ങ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.